കെ സി വേണുഗോപാലായിരിക്കും കേരളത്തിന് വരുന്ന മുഖ്യമന്ത്രി എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കി അതിനൊരു പരിധി വരെ ഒരു പ്രചാരം കൊടുക്കി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിനിധിയായിട്ട് നോമിനിയായിട്ട് ഇദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ പണ്ടത്തെ ഗ്രൂപ്പ് സംവിധാനം ഇപ്പം ഇല്ല. പണ്ട് ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് 2 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകൾ, പിന്നെ അതിന് പുറത്ത് ഈ തിരുത്തൽവാദി തിരുമ്മൽവാദി അല്ലെങ്കിൽ ഗ്രൂപ്പില്ലാത്ത ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പുകളായിരുന്നു. ഇപ്പോൾ ആ രീതിയിലുള്ള ഗ്രൂപ്പ് പരിഗണനകൾ ഇല്ലാതായി. എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഒന്നും ഫലത്തിലില്ല. എ ഗ്രൂപ്പ് മിക്കവാറും ഇല്ലാതെ ഉമ്മൻചാണ്ടി മരിച്ചോട്ട്. പിന്നെ ബാക്കി എ ഗ്രൂപ്പുകാരെന്ന് വെച്ചാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ സി ജോസഫ്, അങ്ങനെയുള്ള ആളുകളാണ്. ആൻഡോ ആൻ്റണി, അവരൊന്നും ഇപ്പോൾ പഴയ പോലെ ഗ്രൂപ്പ് കളിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. പിന്നെ അവശിഷ്ട എ ഗ്രൂപ്പുകാരുടെ നേതൃത്വം ഈ കെ സി വേണുഗോപാൽ ഏറ്റെടുത്തു. അങ്ങനെയാണ് പല മണ്ഡലങ്ങളിലും ഈ അട്ടിമറി സ്ഥാനാർത്ഥികൾ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പഴയ ഐ ഗ്രൂപ്പ് ഇപ്പോൾ പഴയ രൂപത്തിലില്ല. വേണുഗോപാലൻ ഐ ഗ്രൂപ്പുകാരനാണ്. അപ്പോൾ വേണുഗോപാലും ഐ ഗ്രൂപ്പിലില്ല, ചെന്നിത്തലയും സതീശനും ഐ ഗ്രൂപ്പുകാരാണ്. അങ്ങനെ പക്ഷേ അവർക്ക് അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ സതീശൻ ഒരുപാട് പെടാപ്പാട് പെട്ടിട്ടാണ് മുഹമ്മദ് ഷിയാസിന് ഇവിടെ കൊച്ചിയിലൊരു സീറ്റ് കൊടുക്കാൻ പറ്റിയത്. രമേശിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ജോസഫ് വാഴക്കൻ പോസ്റ്റ് അടിച്ചതിന് ശേഷമാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം പിന്തള്ളപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു അവ്യവസ്ഥ നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും മുതലാക്കി ഈ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന എം എൽ എമാർക്ക് പലതരത്തിലുള്ള ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബലപരീക്ഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ശേഷം ഇന്നിന്ന ആനുകൂല്യങ്ങൾ, ഇന്നിന്ന പദവികൾ തരാം എന്ന രീതിയിൽ ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സമുദായ സംഘടനകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വേണുഗോപാലിൻ്റെ ഒരു ദൂതനായിട്ടാണ് എ പി അനിൽകുമാർ കഴിഞ്ഞ ദിവസം പാണക്കാട് തങ്ങളെ പോയി കേട്ടത്. അങ്ങനെ ഘടകകക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പിന്നെ AICCയെ കൊണ്ട് ഇടപെടിച്ച് ഏറ്റവും അവസരം ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കുക ആര് മുഖ്യമന്ത്രിയാണെന്ന്. ഇവിടെ നിന്ന് ഇത്രയും എം എൽ എമാർ ജയിച്ചുകൊണ്ടല്ലോ അവരെല്ലാം കൂടി വട്ടം കൂടി നിന്നിട്ട് ഒരാളെ തീരുമാനിച്ചാൽ പോരെ. അത് ചെയ്യില്ല, ആ പ്രശ്നമില്ല. എല്ലാവരും പറഞ്ഞ ഒറ്റ കാര്യമാണ്, അതെന്താണ്, മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഈ ഹൈക്കമാൻഡിൻ്റെ ആവശ്യം ഇവർക്ക് തന്നെ തീരുമാനിച്ചാൽ പോരെ. ഈ വിജയിച്ച എം എൽ എമാർ കൂടി നിന്നിട്ട് ഈ കൂടുതൽ വോട്ടിന് ആൾക്കാർ കിട്ടിയത് ആ ആൾ മുഖ്യമന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അതിന് പകരമായിട്ട് ഹൈക്കമാൻഡിനെ കെട്ടിയിറക്കി കൊണ്ടുവരുന്നു. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഇത് ഭരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇല്ലേ, വോട്ടുണ്ടെന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു വിപരീത വികാരം ഉണ്ടാക്കിയിട്ട് ഭരണം തുടങ്ങിയിട്ട് അത് മോശമാവണി നമുക്ക് മനസ്സിലാക്കാം. അതിന് മുമ്പ് തന്നെ പ്രതിച്ഛായ തകർക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ UDF വോട്ട് ചെയ്ത് പോയല്ലോ എന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോൾ വിലപിക്കാനും അവരവരെ തന്നെ ശപിക്കാനും തുടങ്ങും. അതാണ് ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതം. കുറച്ച് കഴിയുമ്പോൾ ആളുകൾ പിണറായി വിജയൻ എന്തൊരു മഹാനായിരുന്നു, ഈ വക ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പുള്ളിയുടെ അന്വേഷണപ്രകാരം മന്ത്രിമാരെ തീരുമാനിക്കും, അദ്ദേഹത്തിൻ്റെ മാത്രം താല്പര്യപ്രകാരം വകുപ്പുകൾ വിഭജിക്കാൻ ചെയ്ത് കൊടുത്ത ആളാണല്ലോ എന്ന് പറയും. അപ്പോൾ ഇത് വളരെ മോശപ്പെട്ട ഒരു പരിണതിയിലേക്ക് പോകും. അതല്ല, ഘടകകക്ഷികൾ ഈ കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഘടകകക്ഷികൾക്ക് ഒരഭിപ്രായത്തിന് അവസരം കൊടുത്താൽ ഈ ഘടകകക്ഷികളുടെ കക്ഷത്തിലായിരിക്കും കോൺഗ്രസിൻ്റെ കഴുത്ത്. ആൻ്റണിക്ക് പറ്റിയതാണ്, ഉമ്മൻചാണ്ടിക്ക് പറ്റിയതാണ്. ഈ കരുണാകരനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി സംഘവും ചേർന്നിട്ടാണ് ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കന്മാരിൽ ഇടപെടിച്ചത്. അതിനുശേഷം കോൺഗ്രസ്സിന് ഒരിക്കലും സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ല. കാരണം എല്ലായ്പ്പോഴും ഈ ആൻ്റണിയുടെ കഴുത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ കക്ഷത്തിലാണ്. പിന്നീട് ഉമ്മൻചാണ്ടിക്കും അതേ ഗതി തന്നെ ഉണ്ടായി. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഘടകകക്ഷികളെ ഇതിൽ ഉൾപ്പെടുത്തും. പിന്നെ മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങളും പ്രലോഭനങ്ങളും ഭീഷണികളും മുഴക്കിയിട്ട് ML എമാരെ കൂടെ നിർത്തി ഇല്ലാത്ത ഭൂരിപക്ഷം ഉണ്ടാക്കി ഇങ്ങനെ ഒരു നേതാവ് വിമാനത്തിൽ വന്നിറക്കും. അപ്പോൾ ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ വളരെ 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 മോശപ്പെട്ട പ്രവണതയാണ് ഉണ്ടാക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.